പുതിയ ദേശീയ ചുമതലയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മുസ്ലിം ലീഗ് ഈ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പഴയ കാലഘട്ടം മുതലേ ഇങ്ങോട്ട് ഇന്ത്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് അതിനെ വളർത്തി ഇങ്ങനെ പോന്നിട്ടുണ്ട്. വിശേഷ ഇപ്പോൾ ഇന്ത്യയിലെ പുതിയൊരു സാഹചര്യത്തിനനുസരിച്ച് വിപുലീകരിച്ച് ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുന്ന വിധം ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണവും ഏറ്റെടുക്കേണ്ടതുകൊണ്ട് കുറെ കൂടി കൺസ്ട്രക്റ്റീവായി യുവ നിരയിൽ നിന്നും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് നാഷണൽ കമ്മിറ്റി സംഘടന വിപുലീകരിക്കുകയും നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഉന്നതരായ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് സൂക്ഷ്മതയും ജാഗ്രതയും വേണ്ടതുകൊണ്ട് അവരുമായി ആലോചിച്ച് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ നിർദ്ദേശപ്രകാരം സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ 48-ലാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചതെങ്കിലും അന്നു മുതൽ ഇന്നോളം അതിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ തുടക്കം മുതൽ. ഇത് 2 അംഗങ്ങളെ ഉള്ളൂ എങ്കിലും ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളുടെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പിന്നോക്ക വിഭാഗത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തന്നെയായിരുന്നു പോന്നിരുന്നത്. അപ്പോൾ അതിലിങ്ങനെ ഘട്ടങ്ങളുണ്ട്. ഇസ്മായിൽ സാഹിബ്, KM സിദ്ദീഖ് സാഹിബ്, ബോക്കർ സാഹിബ്, അത് മാറുമ്പോൾ ബനാത് വാല സാഹിബ് അവരൊക്കെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഗ്രാസ് റൂട്ടിൽ ഇതിനെ വളർത്താനൊക്കെ അതിന് പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. എത്ര കണ്ട് പോയിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഇനിയിപ്പോൾ സാഹിബിന്റെ കാലഘട്ടമായിരുന്നു ഭരണത്തിലൊക്കെ ഉണ്ടായിരുന്നത്. 10 വർഷം കേന്ദ്ര ഭരണത്തില് ആദ്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇന്ത്യയുടെ മാറ്റം 2014 മുതൽ മറ്റൊരു ശക്തരാണ് അധികാരത്തിലെത്തിയത്. ഇവിടെ ന്യൂനപക്ഷത്തിന്റെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പ്രശ്നം ഏറ്റെടുക്കേണ്ടതുള്ളത് കൊണ്ട് ഇപ്പോൾ കേരളത്തിലും പഴയ കാലത്ത് ബാപ്പയ്ക്ക് തങ്ങൾ CH ആ കാലഘട്ടം ഇങ്ങനെ വന്നപ്പോൾ 91 മുതലാണ് ഈ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കെമിസ്ട്രി വരുന്നത്. അതുകൊണ്ട് കേരളത്തില് വളരെ നേരത്തെ ബാപ്പയ്ക്ക് തങ്ങൾ, JB ജോൺ, കരുണാകരൻ, CH ഒക്കെ ഉള്ള കാലഘട്ടത്തിലാണ് UDF സംവിധാനം ഉണ്ടായതും അതിങ്ങനെ വളർന്നു പോയത്. അപ്പൊ ഇവരുടെ ഈ കാലഘട്ടത്തിൽ ഹയർ വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൈകാര്യം ചെയ്തെങ്കിലും നമ്മളുടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ രംഗത്തൊക്കെ വന്നത് 91 കുഞ്ഞാപ്പ നിയമസഭാ പാർട്ടിയിൽ ഉണ്ടായതിനു ശേഷം ഇങ്ങോട്ട് കേരളം നോക്കുകയാണെങ്കിൽ ഹയർ സ്റ്റഡീസിലൊക്കെ വളരെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ മുന്നോട്ട് പോകാനും ആ കെമിസ്ട്രി വളരാനും സാധിച്ചു. അപ്പൊ അത് തന്നെയാണ് ഇപ്പോൾ അവസാന ശേഷം കുഞ്ഞാപ്പ കേന്ദ്ര ജനറൽ സെക്രട്ടറി ആകുന്നതോടുകൂടി പ്രൊഫസർ കാവുമേരി സാഹിബ് കൂടി വന്നപ്പോൾ അതിൽ നിരവധിയായ കഴിവുള്ള ആളുകൾ ഇപ്പോൾ IT മുഹമ്മദ് സാഹിബുണ്ട്, പിന്നെ MP, പിന്നെ ഹാരിസ് ബീരാൻ, ഒരുപാട് കഴിവും വിഷയമുള്ള ഹാരിസ് ബീരാനുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ട്. പിന്നെ സംഘടനാ രംഗത്തും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ച് പരിചയമുള്ള യൂത്ത് ലീഗിന്റെയും പാണക്കാട്ടിൽ നിന്നും അനുഭവിച്ചാണെന്നും ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി ലീഗിന് വലിയൊരു കാഴ്ചപ്പാടോട് കൂടി നേതൃത്വം തന്നിട്ടുണ്ട്. അവരുമായി ആലോചിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും, പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പുതിയ ഒരു ദൗത്യം ഏറ്റെടുത്തതിന്റെ ഏറ്റവും അടുത്ത പടി തന്നെ ഇപ്പോൾ കേന്ദ്ര ഓഫീസ് കാര്യങ്ങളിൽ സെന്റർ വന്നിരിക്കുന്നു. നേരത്തെ മദ്രാസ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി വിപുലമായ രൂപത്തിൽ പ്രവർത്തിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ദൗത്യത്തിൽ പുതിയ എന്തെങ്കിലും പദ്ധതികൾ നിരവധി പദ്ധതികൾ, നിരവധി പ്ലാനുകൾ ഉണ്ട് ഈ സംഘടനാ രംഗത്ത് ഇപ്പം സ്വരൂപിച്ചു വരുന്നത്. കാരണം നമുക്കറിയാം, നോർത്ത് ഇന്ത്യൻ മുസ്ലിംസ് ചിഹ്ന ഭിന്നമാണ്. അവർക്കൊരു സംഘടനാ ഗ്രൂപ്പുകൾക്കും കഴിഞ്ഞ കാലത്ത് ലീഗുമായി ചേർന്ന് പോകുന്നവർക്ക് അത്ര കണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ അതിനൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശക്തരായ കഴിവുള്ള വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകളൊക്കെ പാകിസ്ഥാനിലേക്ക് പോവുകയും അസംഘടിതരിലൂടെ ബാക്കിയാവുകയും അവരെ ശാക്തീകരിക്കുന്നതിന് അന്നത്തെ തലമുറകൾക്കൊക്കെ വളരെ സാധിക്കാതെ വന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ ബോധത്തിലല്ല വളർന്നത്. അതത് കാലഘട്ടത്തിലെ ആളുകൾ അവർ യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവരൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ അവർക്ക് ഒരു പ്രതീക്ഷ നൽകണമെങ്കിൽ ഒരു സെന്റർ വേണം. നേരത്തെ അത്ര വലിയ സ്പെൻഡിംഗ് ഒന്നും ഇല്ലാതെ പാർലമെന്റ് മെമ്പർമാരുടെ വീടുകൾക്ക് ഓഫീസായി പ്രവർത്തിക്കുകയും ചെന്നൈയിൽ എൻ്റെ പ്രവർത്തനം ഉണ്ടായി. ഡൽഹിയിൽ പാർട്ടി ഓഫീസ് നിലവിലുണ്ട്, അത് പക്ഷെ സജീവമായിരുന്നില്ല. അപ്പൊ ഇത് മുഖേന 100% ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും ഈ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെ ശാക്തീകരിക്കാനും സംഘടിപ്പിക്കാനും സാധിക്കുമെന്നും അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ അനിവാര്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കേരള നേതൃത്വം ശക്തമായി മുന്നിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു
സെന്റർ വന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. നിരവധി പദ്ധതികൾ അതിൽ ഒരു പുതുക്കക്കാരൻ എന്ന നിലയിലും പുതിയ ഉത്തരവാദിത്തം എന്ന നിലയിലും അത് നേതാക്കളുമായി ചേർന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും വെളിപ്പെടുത്താൻ പദ്ധതികളുണ്ട്.